ഹായ്, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കാദറിന്റെ വീട്ടിലാണ്. എന്റെ സുഹൃത്ത് കാദറിന്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മളത് ചെയ്തത്. കാരണം ഡൈനിങ് ഹാളിൽ ഒന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടന്നപ്പോ കാദർ വിളിച്ച് ചോദിച്ച് എന്താ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒന്ന് കാട്ടിത്തരണം. അങ്ങനെ ഞാൻ വന്നതിന്റെ ശേഷം ഡൈനിങ് ഹാളിലുള്ള ഒരു ജനവാതിൽ മൊത്തമാണ്ട് പൊളിച്ചാണ്ട് ഒഴിവാക്കി, ആ ഏരിയനാണ്ട് മൊത്തം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു അടിപൊളി കോട്ടിയാട് നമ്മൾ ഉണ്ടാക്കി. വീട്ടിലേക്ക് വെളിച്ചം വരുന്നുണ്ട്, ഇപ്പൊ കാറ്റ് വരുന്നുണ്ട്, നല്ല സുഖമായിട്ട് നമുക്ക് എന്തായാലും അത് പോയി ഒന്ന് കാണാം അല്ലെ കാദറെ? കാദറിന് എന്താ പറയല കോട്ടികൾ ചെയ്തേനി? 100% സാധിച്ചതാണ്. ആ ഞാൻ ഏരിയ ഫുള്ള് മുസ്തവാക്ക് വിട്ടെടുത്ത് ഓന്റെ ഐഡിയക്ക് വിട്ടെടുത്ത് കൊടുക്കും. പക്ഷെ ഓനത് നമ്മൾ വിചാരിക്കാണ്ട് അപ്പുറം ഉഷാറാക്കിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ആ കുട്ടികളെ നമുക്ക് പിന്നെ അത് മാത്രല്ല, ഈ വീടിന് ശരിക്കും ഇങ്ങനെ ചെയ്യാനൊരു അവസരം, അത് പണി കഴിഞ്ഞ വീടിന്റെ അകത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ട് കാദറാണ്. അവസരം എനിക്ക് മാത്രല്ല ഓൻ തന്നത്, ഒരു കലാകാരിക്കും പാടെ കൊടുത്തിരുന്നത്. അതായത് ഓന്റെ പെങ്ങളെ മോള് ഹിബ ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. അടിപൊളിയായിട്ട് നന്നായിട്ട് ചിത്രം വരക്കുന്ന കുട്ടിയാണ്. അടിപൊളി ഈ വീടിന്റെ ഭംഗി അല്ലെ ഡൈനിങ് ഹാൾക്കും ലിവിംഗ് ഒക്കെ വരുമ്പോ ആ കുട്ടി വരച്ച പിക്ചറുകളാണ് ഈ വീടിനകത്ത് ഏറ്റവും ഭംഗി കൊടുക്കുന്നുണ്ട്. ആ പിക്ചറും നമുക്ക് കാണാം. ശരി, നമ്മള് വീടിന്റെ കോട്ടിയാട് ചെയ്തത് കാണാം. ഇതാ ഇവിടെ ശരിക്കലും ഇതെവിടെ ശരിക്കും ജനവാതിലാണ്, വിൻഡോ ആണ് ഇവിടെ. ആ വിൻഡോനെ നമ്മൾ പൊളിച്ചിട്ട് എന്ത് ചെയ്ത്, പൊളിച്ചിട്ട് ഇവിടെ ആ റൂമിലേക്ക് കാറ്റിട്ടാനും ഇവിടേക്ക് കിച്ചണിലേക്ക് കാറ്റിടാനൊക്കെ ഇങ്ങനെ ഒരു യു മോഡൽ ഇവിടെ ഒഴിച്ചിട്ട് കാണാൻ ശരിക്കും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇറക്കിക്കാണ്ട് ഇവിടെ മതിൽ കെട്ടിയിട്ട് എന്ത് ചെയ്ത് ഒരു കോട്ടിയാട് ഉണ്ടാക്കി. വീട് പണി കഴിഞ്ഞ ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു സൈഡിലെ ജനവാതിലൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക, ആസ്വദിക്കുക. കാർ വന്നിരിക്കടാ അടിപൊളിയായിട്ട്. ഇപ്പൊ മുകളിലേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഈ ലൈറ്റൊക്കെ, ഈ മുകളിലെ ലൈറ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് വെൽഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ലൈറ്റ് ആണ്. നമ്മൾ എക്സ്ട്രാ ഒരു ലൈറ്റ് വാങ്ങരുത്. നമ്മളൊരു സാധനം ഉണ്ടാക്കണേ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് നമ്മൾ തന്നെ ലൈറ്റ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. ഈ കുട്ടികളൊക്കെ ഏത് ടൈമിൽ പഠിക്കാതിരിക്കൽ ഇവിടെയാണ് ഏറ്റവും നല്ല. അത്ര കുട്ടികളൊക്കെ പഠിക്കാതിരിക്കലൊക്കെ ഇരിക്കലൊക്കെ ഇവിടെ തന്നെ. ഇവിടെ നല്ല കാറ്റാണ്, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത്. ഈ ചിത്രം വരച്ച ആരാന്നറിയോ? കാദറിന്റെ മകള് ഫിൽസാബാത്തിയും വരച്ചതാണ്, 4ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് അവസരം കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. കാരണം സ്വന്തം വീട്ടിന്റെ അകത്ത് തന്നെ ഓർക്ക് ചിത്രം വരക്കാനുള്ള ഒരു അവസരം കൊടുത്ത് ഇതുപോലെ ഫ്രെയിം ചെയ്യണം. ഇതുപോലെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചിത്രം ഭംഗി ഉണ്ടാവും. അത് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളായാലും 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും അവരെ ചിത്രങ്ങൾ വരച്ചുകാണ്ട് ഇതേപോലെ കൊണ്ടുപോയി വെച്ച ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വീടിന്റെ ഏത് ഭാഗത്ത് വെച്ചാലും ഇവിടെ വരച്ച ചിത്രങ്ങളൊക്കെ കാദറിന്റെ പെങ്ങളെ കുട്ടികളും ഇരുന്ന് വരച്ച ചിത്രങ്ങൾ അവിടെ വെച്ചതൊക്കെ. പുറത്തുനിന്നൊരു ചിത്രം അത് വെച്ചിട്ടില്ല.